മറ്റെല്ലാ ജോലികൾ പോലെ തന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് ജോലിയും അന്തസ്സും അഭിമാനവുമുള്ള ജോലിയാണെന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ. തങ്ങളെ ഏൽപ്പിക്കുന്ന ജോലി 100% വിജയിപ്പിക്കുക എന്നത് മാത്രമാണ് ഈ മേഖലയിൽ ജോലിയെടുക്കുന്നവരുടെ ലക്ഷ്യമെന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് നാസർ. പ്രിയമുള്ളവരെ, സമൂഹ മാധ്യമങ്ങളിൽ ഒരു നിറഞ്ഞ ചർച്ചയായി മാറിയിരിക്കുകയാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖല. ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിലെ ഒരു സൗണ്ട് എഞ്ചിനീയർക്കുണ്ടായ ചെറിയൊരു അപാകത അത് വളരെ വലിയ രീതിയിൽ സമൂഹം ചർച്ച ചെയ്യപ്പെടുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ഏത് ഒരു ലൈറ്റ് ആൻഡ് സൗണ്ടുകാരനാണെങ്കിലും അദ്ദേഹം ഏറ്റെടുക്കുന്ന ഒരു വർക്ക് 100% വിജയിപ്പിക്കാൻ വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നവരാണ്. ഒരു പ്രോഗ്രാമിന്റെ വിജയത്തിന് വേണ്ടി അവര് പ്രാഥമിക കർമ്മങ്ങൾ പോലും നിർവഹിക്കാതെ തെരുവോരങ്ങളിലും അതേപോലെ തന്നെ വിജനമായ ഗ്രൗണ്ടുകളിലുമൊക്കെ രാപ്പകലില്ലാതെ കൂരിരുട്ടാണെങ്കിലും അതേപോലെ തന്നെ കോമരം കോച്ചുന്ന തണുപ്പാണെങ്കിലും മഞ്ഞത്താണെങ്കിലും ചുട്ടുപൊള്ളുന്ന വെയിലാണെങ്കിലും അവര് ഏറ്റെടുത്ത വർക്കുകൾ 100% വിജയിപ്പിക്കാൻ വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നവരാണ്. അത്തരത്തില് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഒരിക്കലും തന്നെ നമ്മൾ ഏറ്റെടുത്ത വർക്ക് ഒരു അണുപോലും പിന്നോട്ട് പോവാനോ അല്ലാതെ പരാജയപ്പെടാനോ അവരൊരിക്കലും ശ്രമിക്കില്ല എന്ന് സമൂഹം മനസ്സിലാക്കണം. പ്രിയപ്പെട്ട കലാകാരന്മാർ മനസ്സിലാക്കണം. ഞങ്ങൾ ഏറ്റെടുക്കുന്ന വർക്കുകളുടെ ഏറ്റവും ഉത്തരവാദിത്തം അവിടെയുള്ള സംഘാടകരെക്കാൾ, അവിടെ എത്തുന്ന കലാകാരന്മാരെക്കാൾ, എല്ലാവരെക്കാൾ മുന്നേ അവിടെ എത്തുകയും അവർക്ക് ആവശ്യമായ വെളിച്ചവും ശബ്ദവും മനോഹരമായി ക്രമീകരിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പൊ അത്തരത്തില് ആത്മാർത്ഥമായി തൊഴിൽ ചെയ്യുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ചിലപ്പോൾ അപകടങ്ങൾ സംഭവിക്കാം, അല്ലെങ്കിൽ ഈ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാം, ആ രീതിയിൽ ചില ഫൗളുകൾ സംഭവിക്കാം. ആ സമയങ്ങളിൽ ആത്മാർത്ഥമായി എൻ്റെ പ്രിയപ്പെട്ട കലാകാരന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർ മനസ്സിലാക്കണം, ഞങ്ങളും സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ഞങ്ങളെ തീരെ അടിച്ചമർത്തുന്ന രീതിയിൽ, പരമാവധി ആളുകളുടെ ഇടയിൽ ഇകഴ്ത്തി കാണുന്ന രീതിയിലുള്ള നിങ്ങളുടെ പെരുമാറ്റം സമൂഹങ്ങളിലെ അതേപോലെ തന്നെ മൈക്കുകളിൽ വിളിച്ചു പറയുന്ന ഇത്തരത്തിലുള്ള ഏറ്റവും കഷ്ടകരമായ സാഹചര്യം ഞങ്ങൾക്ക് നാളെയും ഇതേ മേഖലയിൽ തൊഴിൽ ചെയ്യണം. അത്തരത്തില് നമ്മൾ ഒരു വർക്കുമായി വീണ്ടും ഒരു സൈറ്റിലേക്ക് പോകുമ്പോൾ, ആളുകളുടെ മുന്നിലേക്ക് പോകുമ്പോൾ തല താഴ്ത്തപ്പെടേണ്ട അവസ്ഥ. ആ പറയുന്നത് നിങ്ങൾ മാന്യമായ രീതിയിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല രീതിയിൽ പറയുകയാണെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ പറയുന്നതിനേക്കാൾ നല്ല രീതിയിൽ അത് ക്രമീകരിക്കാൻ ഞങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കും. അല്ലാതെ ഈ തൊഴിൽ ചെയ്യുന്നത് ആരുടെയും, ഈ പ്രിയപ്പെട്ട കലാകാരൻ പറഞ്ഞതുപോലെ ആരുടെ ഞങ്ങൾ വാപ്പയുടെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. വാപ്പാരുടെ അതേപോലെ തന്നെ ഞങ്ങൾ ഇത് പഠിച്ചത് ഞങ്ങളുടെ ഗുരു കാരണവന്മാരിലാണ്. അവരിൽ നിന്ന് കണ്ടുപഠിച്ച അറിവുകളാണ്, കേട്ടുപഠിച്ച അറിവുകളാണ്. ദിനം ഞങ്ങൾ ഓരോ തെരുവോരങ്ങളിൽ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ എടുത്ത് അതിനുശേഷം വലിയ വലിയ പ്രോഗ്രാമുകൾ സംവിധാനം ചെയ്ത് അതിനുശേഷം ഇത്തരത്തിലുള്ള കലാകാരന്മാരുടെ എല്ലാവരുടെ പരിപാടികളും 100% വിജയിപ്പിക്കാൻ ആത്മാർത്ഥമായി ശ്രമിച്ചവരാണ് ഞങ്ങൾ. ഞങ്ങൾക്കിത് പഠിക്കാൻ കേരള ഗവൺമെന്റോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റോ പ്രത്യേകിച്ച് സർവകലാശാലകളോ ഒന്നും ഞങ്ങൾക്ക് വേണ്ടി സംവിധാനം ചെയ്തിട്ടില്ല. സർവകലാശാലകളില്ല, അതേപോലെ തന്നെ ഇത് പഠിക്കാൻ വേണ്ടി സൗജന്യമായ പ്രത്യേക സംവിധാനങ്ങളില്ല, ഒന്നുമില്ല. ഞങ്ങളിത് പഠിച്ചത് ഞങ്ങളുടെ അനുഭവങ്ങളിലൂടെയാണ്. അപ്പൊ ഞങ്ങൾ പഠിച്ച മറ്റൊരു പാഠം എന്ന് പറയുന്നത് ആരെയും വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഏത് കലാകാരന്മാരുടെയും കലാമൂല്യമുള്ള കലാവിരുന്നുകൾ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ 100% അതിന്റെ ഏറ്റവും മികവോടുകൂടി അത് നടത്താൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനു വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഓരോ പ്രോഗ്രാമുകളും വിജയിക്കുമ്പോഴാണ് നിങ്ങൾ തരുന്ന തുച്ഛമായ ആ വേതനത്തെക്കാൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ പരിപാടിയുടെ 100%ഉള്ള വിജയമാണ്. അത്തരത്തിലുള്ള നിങ്ങൾ ഇത്തരത്തിൽ അപമാനിക്കുന്നത് ഏറ്റവും ഖേദകരമാണ്. പ്രിയപ്പെട്ട കലാകാരന്മാരെ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ മുന്നിലേക്ക് അവരെ മാതൃകയാക്കേണ്ടവരാണ്. മനുഷ്യ മനസ്സുകളിലേക്ക് സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ നല്ല ദിനങ്ങൾ കൊണ്ടുവരാൻ, മനുഷ്യ മനസ്സുകളിൽ ഒരല്പമെങ്കിലും സന്തോഷം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് കലാകാരന്മാർ. കലയുടെ പരിപൂർണത എന്ന് പറയുന്നത് അത് കാണുന്ന ആളുകളിലുള്ള മനസ്സുകളിൽ ഉണ്ടാകുന്ന സന്തോഷമാണ്. ആ സന്തോഷം മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ കർത്തവ്യം. അത്തരത്തിൽ ആത്മാർത്ഥമായി നിങ്ങളെ കൂടെ നിൽക്കുന്ന നിങ്ങൾ ഒരിക്കലും സമൂഹത്തിന് മുന്നിൽ ഇത്തരത്തിൽ അധിക്ഷേപിക്കരുത്. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇത് എത്രയോ നല്ല കലാകാരന്മാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവരാരും ഞങ്ങളോട്, എത്രയോ ഉയർന്ന കലാകാരന്മാർ ഞങ്ങളുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്. അവരൊന്നും ഞങ്ങളെ ഈ രീതിയിൽ ഒരിക്കലും പരിഹസിച്ചിട്ടില്ല, അപമാനിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ന്യൂ ജനറേഷൻ, അതായത് ഇപ്പോഴുള്ള ആളുകൾക്ക് പരസ്പര ബഹുമാനം കുറവാണ്. അത് നമ്മുടെ കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നമായി മാറുകയാണ്. എങ്കിലും ഞങ്ങൾക്ക് പറയാനുള്ളത്, കലാകാരന്മാർ എന്ന് പറയുന്നത് സമൂഹത്തിന് സന്തോഷവും നന്മയും കൊണ്ടുവരേണ്ടവരാണ്. അതുകൊണ്ട് തീർച്ചയായും ഇത്തരത്തിലുള്ള
പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ രീതിയിലേക്ക് എല്ലാവരും മാറിപ്പോകും. അതുകൊണ്ട് ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. ഞങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റാണെങ്കിൽ തീർച്ചയായും ഞങ്ങളത് അംഗീകരിക്കാൻ തയ്യാറാണ്. അല്ലാത്ത രീതിയിൽ ഞങ്ങൾ പ്രതികരിക്കാൻ നിർബന്ധിതരാവുകയാണ്. അത് എല്ലാവരും മനസ്സിലാക്കണം. സ്നേഹപൂർവ്വം.